ഈ പാർട്ടികൾക്കൊന്നും വോട്ട് ചെയ്യാതിരിക്കുക. കാരണം നിങ്ങൾ വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നത്തെ കാലത്ത് വോട്ട് ചെയ്യുന്നത് യാതൊരു നീതിബോധവും ഇല്ലാത്ത, യാതൊരു ആദർശങ്ങളും ഇല്ലാത്ത മൂരാച്ചികൾക്ക് വേണ്ടി മാത്രമാണ്. ഇതും ഈ ബീഫ് ഫെസ്റ്റും ഗംഗയിൽ കൊണ്ട് പാൽ ഒഴുകിക്കളയുന്നതും തമ്മിലൊന്നും യാതൊരു വ്യത്യാസമില്ല. ഇവരുടെയൊക്കെ മെൻറ്റാലിറ്റി എന്ന് വെച്ചാൽ സെയിമാണ്. ഈ പാർട്ടികളൊക്കെ, നിങ്ങൾ ഇന്ന് വോട്ട് ചെയ്യുന്ന പാർട്ടികളൊക്കെ, CPM ആയാലും കോൺഗ്രസ് ആയാലും മറ്റേതൊരു പാർട്ടി ആയാലും, ഇവരൊക്കെ അവകാശപ്പെടുന്നത് ഇവർ വേദന അനുഭവിക്കുന്ന, ചൂഷണം അനുഭവിക്കുന്ന വിഭാഗങ്ങളുടെ കൂടെയാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷേ ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്ന, ഏറ്റവും കൂടുതൽ അടിച്ചമർത്തപ്പെടുന്ന, ഈ ലോകത്തിൽ 99% വരുന്ന ചൂഷിത വർഗത്തിൻ്റെ കാര്യം ഈ പാർട്ടികളോ ഈ വ്യക്തികളോ ഒന്നും അഡ്രസ്സ് ചെയ്യാത്തതെന്നുകൊണ്ടാണ്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ മനുഷ്യരുടെ എണ്ണം എന്ന് വെച്ചാൽ 0.004% മാത്രമാണ് ഈ ലോകത്ത്. ബാക്കി വരുന്ന 99% ജീവികളും മറ്റു മൃഗങ്ങളാണ്. അവരാണ് ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്നത്. പക്ഷേ അവരുടെ വിഷയങ്ങൾ നിങ്ങൾ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ മാനിഫെസ്റ്റോയിലോ ഇലക്ഷൻ പ്രചരണങ്ങളിലോ കണ്ടിട്ടുണ്ടോ? അവരൊരിക്കലും അതിനെ അഡ്രസ്സ് ചെയ്യില്ല. എന്തുകൊണ്ട്? അത്യാവശ്യം ബുദ്ധി തലയിലുള്ള ആൾക്കാരാണെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങളെപ്പോലെ ആ ജീവികൾക്ക് സ്വന്തം കാര്യങ്ങൾ വാതുറന്ന് പറയാനുള്ള, ചോദിക്കാനുള്ള ശേഷിയില്ല. അവർക്ക് വേണ്ടി സ്വയം പോരാടാനുള്ള ശേഷിയില്ല. അവർക്ക് വോട്ട് ചെയ്യാനുള്ള ശേഷിയില്ല. അതുകൊണ്ട് അവരുടെ വിഷയം ഈ കാണുന്ന ജനങ്ങളും ഈ കാണുന്ന പാർട്ടികളും ഒന്നും കണ്ടില്ല എന്നടിയും. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നാളെ നിങ്ങൾ ഈ അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള ശേഷിയില്ലെങ്കിൽ, നിങ്ങൾക്ക് പ്രതികരിക്കാനുള്ള ശേഷിയില്ലെങ്കിൽ, നിങ്ങളെ ചിലപ്പോൾ ഈ ഒരു വസ്തുവിനെ പോലെ അവർ ഉപയോഗിച്ചൊന്ന് വന്നു വരില്ലേ? ചിലപ്പോൾ നാളെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ വിജയാഘോഷത്തിൻ്റെ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂൾ മാത്രമായിരിക്കാം നിങ്ങൾ. ചൂഷണം ചെയ്യപ്പെടുന്നത് ഏതൊരു വിഭാഗമായാലും, അത് ദളിതനായാലും, അത് മുസ്ലിംസ് ആയാലും, അതൊരു സ്ത്രീ ആയാലും, ട്രാൻസ്ജെൻഡേഴ്സ് ആണെങ്കിലും, അതൊരു മൃഗമാണെങ്കിലും, അവിടെ ചൂഷണമാണ്. ചൂഷണം ചെയ്യുന്നവൻ്റെ മെൻറ്റാലിറ്റി ഒന്നാണ്, ചൂഷണം ചെയ്യപ്പെടുന്നവർ അനുഭവിക്കുന്ന വേദന ഒന്നാണ്. ഞാനൊരു ബ്രാഹ്മണനാണ്, ദളിതരെ ചൂഷണം ചെയ്യാനുള്ള അവകാശം എനിക്കുണ്ട്, അല്ലേ? ഈ ഒരു ചിന്താഗതിക്കാണ് നമ്മൾ ജാതീയത എന്ന് വിളിക്കുന്നത്. നമ്മൾ കാലാകാലങ്ങളായി പല രൂപങ്ങളിൽ കാണുന്ന മെൻറ്റാലിറ്റിയാണിത്. അത് ജാതീയതയുടെ രൂപത്തിലായിരിക്കാം, വർഗീയതയുടെ രൂപത്തിലായിരിക്കാം, അത് സെക്സിസത്തിൻ്റെ രൂപത്തിലായിരിക്കാം. ഇവിടെയൊക്കെ മെൻറ്റാലിറ്റി എന്ന് വെച്ചാൽ ഒന്നാണ്. മറ്റൊരു ജീവി, നിന്നെ പോലെ വേദന അനുഭവിക്കാൻ പറ്റുന്ന മറ്റൊരു ജീവി, ആ ജീവിയുടെ ഐഡൻറ്റിറ്റിയുടെ ബേസിസിൽ മാത്രം, ഏത് സ്പീഷീസിൽ പെടുന്നതാണെന്ന് നോക്കിയിട്ട് മാത്രം, ഏത് ജാതിയിൽ പെടുന്നതാണെന്ന് നോക്കിയിട്ട് മാത്രം ആ ജീവിയുടെ വേദന കണ്ടില്ല എന്നടിക്കുന്നുണ്ടെങ്കിൽ, അവർ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ, ആ ഒരു മെൻറ്റാലിറ്റിയാണ് നമ്മുടെ ശത്രു. വിവേചനം, അതാണ് നമ്മുടെ ശത്രു. അല്ലാതെ ജാതീയതയോ സെക്സിസമോ വർഗീയതയോ മാത്രമല്ല. അത് മൃഗങ്ങളോടാണെങ്കിലും, ഈ ഒരു മെൻറ്റാലിറ്റി മൃഗങ്ങളോടാണെങ്കിലും അതും നമ്മുടെ ശത്രുവാണ്. അത്യാവശ്യം കണ്ണിച്ചോരുള്ള മനുഷ്യരോടാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ പാർട്ടികൾക്കൊന്നും വോട്ട് ചെയ്യാതിരിക്കുക. കാരണം നിങ്ങൾ വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നത്തെ കാലത്ത് വോട്ട് ചെയ്യുന്നത് യാതൊരു നീതിബോധവും ഇല്ലാത്ത, യാതൊരു ആദർശങ്ങളും ഇല്ലാത്ത മൂരാച്ചികൾക്ക് വേണ്ടി മാത്രമാണ്. കാരണം ഈ 99% വരുന്ന മൃഗങ്ങളുടെ വിഷയം ഇവരുടെ മാനിഫെസ്റ്റോയിലോ ഇവരുടെ ഇലക്ഷൻ പ്രചരണങ്ങളിലോ അവർ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ നിങ്ങളിൽ നിന്ന് കിട്ടുന്ന ഉപകാരങ്ങൾ മാത്രം നോക്കിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത്, നിങ്ങളുടെ വിഷയങ്ങൾ അവർ കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ ആരും ചോദിക്കാനോ പറയാനോ ഇല്ലാത്ത മൃഗങ്ങൾക്ക് വേണ്ടി അവർ സംസാരിച്ചേനെ. ഇവരെന്നീ മൃഗങ്ങളുടെ വിഷയം അവരുടെ മാനിഫെസ്റ്റോകളിലും അവരുടെ ഇലക്ഷൻ പ്രചരണങ്ങളിലും ഒക്കെ കൊണ്ടുവരുന്നു, അന്ന് മാത്രം ഇവർക്ക് വേണ്ടി വോട്ട് ചെയ്യുക.